CMRL എക്സാലോജിക് ഇടപാട് വിചാരണയിലേക്ക്. കേന്ദ്ര സർക്കാർ നിലപാടാകും ഇതിൽ നിർണായകം. കേസിൽ ഡിസംബർ 2-ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലം ഇതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തുവിടുന്നത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം മന്ത്രാലയം നിയമോപദേശം തേടും. റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടത് ആവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ വിചാരണയ്ക്ക് SFIയോട് നിർദ്ദേശിക്കും. സത്യവാങ്മൂലം പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതായി SFIO സംഘം ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ച സാഹചര്യത്തിൽ കോടതി തടഞ്ഞില്ലെങ്കിൽ വിചാരണയിലേക്ക് നീങ്ങും. അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് CMRLന്റെ ഹർജി. ഈ വാദം കോടതി അംഗീകരിച്ചാൽ SFIO റിപ്പോർട്ടിൽ നിയമ നടപടി തടയുകയും ചെയ്യും. കോർപ്പറേറ്റ് വഞ്ചനയാണ് അന്വേഷിച്ചത്. എക്സാലോജിക് സൊല്യൂഷൻസിന് പങ്കുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചാൽ ഏക ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ ടി വീണയും പ്രതിയാകും. വിചാരണയും നേരിടേണ്ടി വരും. അന്വേഷണം പൂർത്തിയാക്കിയതായി SFIO കോടതിയെ അറിയിച്ചെങ്കിലും CMRLന്റെ ചെയർമാൻ ശശിധരൻ കർത്തയുടെ മൊഴി എടുത്തിട്ടില്ല. ആകെ 20 പേരുടെ മൊഴിയാണ് SFIO രേഖപ്പെടുത്തിയത്. കർത്തയുടെ മകനും ഡയറക്ടറുമായ ശരൺ S കർത്തയുടെ മൊഴി 4 വട്ടം രേഖപ്പെടുത്തി. ഏറ്റവും അധികം മൊഴിയെടുത്തത് കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായ P സുരേഷ് കുമാറിന്റെയും, അതായത് 7 തവണ, KS സുരേഷ് കുമാറിന്റെയും 6 തവണ എടുക്കുകയും ചെയ്തു. ടി വീണയുടെ മൊഴി 1 വട്ടം രേഖപ്പെടുത്തുകയും ചെയ്തു. സെപ്റ്റംബർ 9-ന് ഇതിനുശേഷം 3 വട്ടം P സുരേഷ് കുമാറിനെയും KS സുരേഷ് കുമാറിനെയും SFIO വിളിപ്പിച്ചു. ഈ മൊഴികളിൽ നിന്നാണ് നിർണായക നിരീക്ഷണങ്ങളിലേക്ക് SFIO കടന്നത്. SFIO അന്വേഷണത്തിനെതിരെ CMRLും KSIDCയും കേരള ഹൈക്കോടതിയിലും എക്സാലോജിക് ബംഗളൂരു ഹൈക്കോടതിയിലും നൽകിയ ഹർജികളിൽ അന്വേഷണം സ്റ്റേ ചെയ്തിരുന്നില്ല. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു ഈ ഹർജികൾ. എന്നാൽ 3ഉം അനുകൂലമാകാതിരുന്നതോടെ അന്വേഷണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആദായനികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ ഉത്തരവിലെ മൊഴി അനുസരിച്ച് കേസെടുക്കാൻ നിയമ തടസ്സമുണ്ടെന്നുമുള്ള വാദമുന്നയിച്ചാണ് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ആദായനികുതി ബോർഡിന്റെ രേഖ വച്ചല്ല അന്വേഷണമെന്ന് തുടക്കത്തിൽ തന്നെ SFIO വ്യക്തമാക്കിയിരുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു, കൊച്ചി ഓഫീസുകളിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ, ROC ഇൻസ്പെക്ടർമാരുടെ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ട് എന്നിവയാണ് ആധാരമാക്കിയതെന്ന വാദമാണ് SFIOയുടേത്. ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ മറ്റൊരു കേസുണ്ട്. അന്വേഷണത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെതിരെ ടി വീണ നൽകിയ അപ്പീലാണിത്. ഓഗസ്റ്റിൽ നൽകിയ അപ്പീൽ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അന്വേഷണത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെതിരെ ടി വീണ നൽകിയ അപ്പീലാണിത്. ഓഗസ്റ്റിൽ നൽകിയ അപ്പീൽ ഇതുവരെ പരിഗണിച്ചിട്ടില്ല.